എപ്പോൾ നമുക്ക് ഷോർട്സ് പോസ്റ്റ് ചെയ്യാൻ പറ്റും, എപ്പോഴാണ് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം. ഹായ് ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് സ്വാഗതം. അപ്പം എല്ലാവരും ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ നമുക്ക് ഷോർട്സ് പോസ്റ്റ് ചെയ്യാൻ പറ്റും, എപ്പോഴാണ് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം, ഏത് ടൈമിൽ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്താലാണ് വ്യൂസ് കുറച്ച് കൂടുതൽ കിട്ടുന്നത്, അതായിരിക്കും നിങ്ങളുടെ ചോദ്യം വരുന്നത്. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മാട്രിക്സ് ഉണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ദിവസം 3 ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്, കാലത്ത്, ഉച്ചയ്ക്ക്, രാത്രി. നമ്മൾ ഈ മറ്റേ പനിക്കുള്ള ഗുളിക കഴിക്കും പോലെ കാലത്ത്, ഉച്ചയ്ക്ക്, രാത്രി. അത് ഏതൊക്കെ ടൈമാണെന്ന് ഞാൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. കാലത്ത് 7 മണിക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ 7 മണി എന്നുള്ളത് കാലത്ത് ഇപ്പം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരും പത്രവും കാര്യങ്ങളൊക്കെ വായിക്കാൻ പോകുന്ന സമയമാണ്. കാലത്ത് എണീച്ചോണ്ട് പത്രമാണ് നോക്കുന്നത്. ഇപ്പോൾ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. കാലത്ത് എണീച്ചോണ്ട് സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ വാർത്ത വായിക്കുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ട്. പക്ഷേ മെജോറിറ്റി ആൾക്കാർ സോഷ്യൽ മീഡിയയാണ് കാലത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 7 മണിക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. കാരണം ഈ പത്രം എടുത്ത് ചായ കുടിച്ച് വായിക്കുന്ന പോലെ ഇപ്പോൾ എല്ലാവരും ഫോണും കുത്തി സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ് ചായയും കാര്യങ്ങൾ കുടിക്കുന്നത്. അപ്പോൾ ആ ടൈം നമ്മൾ ക്രൂഷ്യൽ ടൈമാണ് കാലത്ത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മണി ടു 1 മണിക്കകത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യും. കാരണം ഈ 12 മണി ടു 1 മണി എന്നുള്ളത് ഓഫീസിലുള്ളവർ ഈ പറയുന്ന ഫുഡ് കഴിക്കുന്ന ടൈമാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ളവരും ഈ പറയുന്ന ഹൗസ് വൈഫും കാര്യങ്ങളൊക്കെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമാണ്. അപ്പം ഈ പറയുന്ന ടൈം എന്നുള്ളത് ക്രൂഷ്യൽ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫോണില്ലാതാരും ആഹാരം കഴിക്കില്ലല്ലോ. കാരണം ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഫോൺ കുത്തിയാണ് ആഹാരം കഴിക്കുന്നത്. അപ്പം ഈ ഒരു ടൈം ക്രൂഷ്യൽ ടൈമാണ്. പിന്നെ വൈകുന്നേരം 6 മണി എന്നുള്ളത് എല്ലാവരും ഈ പറയുന്ന ഓഫീസ് വിട്ട് വീട്ടിൽ വരുന്ന ടൈമാണ്. ഇല്ലെങ്കിൽ വൈകുന്നേരം ഈവനിങ് സ്നാക്സും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ചിലർ സീരിയൽ കാണുന്ന മുമ്പായിട്ട് ഹൗസ് വൈഫൊക്കെ കാണുന്ന ടൈമാണ്, മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ടൈമാണ് 6 മണി. അതുപോലെ തന്നെ മറ്റേ ജോലിക്ക് പോയിട്ട് വരുന്ന ആൾക്കാർ ഒരു 6 മണിക്കാകുമ്പോഴത്തേക്കും ഫ്രീ ആവുക. അപ്പോൾ ആ ടൈമിൽ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ 3 ടൈം സ്ലോട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ 3 ടൈം സ്ലോട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. കാരണം കുറച്ച് എനിക്ക് ബെറ്റർ റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ ഇൻ ബിറ്റ്വീൻ വേറെ ടൈം സ്ലോട്ട് ഇട്ട് നോക്കി. പക്ഷേ അതിനകത്ത് വലുതായിട്ടൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ 3 ടൈം സ്ലോട്ട് ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ 3 ടൈം സ്ലോട്ടും കുറച്ച് ബെറ്ററാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 3 ടൈം സ്ലോട്ട് ഇടുന്നതിൽ മൂലം നിങ്ങൾക്ക് അധികം വ്യൂസും കിട്ടുന്നുണ്ടാവും, നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി വീഡിയോസ് ഫുള്ളും ഇൻ കേസ് എന്തെങ്കിലും ഷോർട്സ് എന്തെങ്കിലും ഇടാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ 3 ടൈം സ്ലോട്ട് ഇട്ട് നോക്കൂ. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളെ ഫോളോവേഴ്സിനെയും കൂടി നിങ്ങൾ അറിയുക. കാരണം എൻ്റെ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഫോളോവേഴ്സ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണ് ഈ പറയുന്ന ടൈം സ്ലോട്ടിൽ. നിങ്ങളെ ഫോളോവേഴ്സ് ഏകദേശം നിയർലി ഈ ടൈം സ്ലോട്ടിലായിരിക്കും ആക്റ്റീവ് ആയിരിക്കുക. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോസിനകത്ത് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് പോയിട്ട് കണ്ടന്റ് എന്നൊരു സെക്ഷൻ കാണും, കണ്ടന്റ്. ആ കണ്ടന്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് ഇന്നലെ ഇട്ടതോ മെനിയാന്നിട്ടതോ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റ് സെക്ഷനകത്ത് പോയിട്ട് ഇന്നലത്തെ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇന്നലത്തെ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തൊട്ട് താഴെ ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓഡിയൻസുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ടൈമിലാണ് നിങ്ങൾ ഓഡിയൻസ് അവൈലബിൾ, അതായത് ഓഡിയൻസിൻ്റെ റഷ് പീക്ക് ടൈം ഏതൊക്കെ ടൈമിലാണ്, ഏതൊക്കെ ഡെയിലി ഏതൊക്കെ ടൈമിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഗ്രാഫ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അല്ലാത്ത ദിവസം എൻ്റെ ഈ ഒരു പോസ്റ്റിംഗ് മോഡ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഷോർട്സ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും.